ആ ടൈറ്റില് ഒരു ഒരു സ്ത്രീയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ പേരാണ് ബട്ടർഫ്ലൈ ഗേൾ 85 എന്നുള്ളത്. സിനിമ പറയുന്നതും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും അവരുടെ ഒരു പ്യൂപ്പയിൽ നിന്നുള്ള ഒരു ബട്ടർഫ്ലൈയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനുമാണ്. സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിൽ നിന്നും യഥാർത്ഥ ഐഡന്റിറ്റിയിലേക്കുള്ള ഒരു യാത്ര അതെങ്ങനെയാണ് സിനിമയിൽ കൂടെ പറയുന്നത് എന്നൊരു സമീപനമാണ് ഈ സിനിമയിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പിയറോ പറയുകയുണ്ടായി 48 അവാർഡോളം സിനിമയ്ക്ക് കിട്ടിയത്. പക്ഷെ ഇതൊരു സോക്കോൾഡ് ആർട്ട് ഹൗസ് സിനിമ മാത്രമല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഇതിന്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ സിനിമ പറയുന്ന വിഷയം ഒരു ഗ്ലോബൽ ഓഡിയൻസിന് കണക്ട് ആയതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് 48 അവാർഡോളം നമുക്ക് ലഭിച്ചത്. ഇത് സോങ്ങുകളുള്ള 3 പാട്ടുകളുള്ള ശക്തമായ ഒരു പ്രമേയം സംസാരിക്കുന്ന എന്ന ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഇത് തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. ഇതിലെ പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ ലീഡ് ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം എനിക്ക് ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഞാൻ ഇതിന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്യാരക്ടറും എൻ്റെ കൂടെ തന്നെ വളരെയായിരുന്നു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിലേക്ക് എത്താൻ അത്രയധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ക്യാരക്ടർ ഒരു ഇന്റീരിയർ ഡിസൈനറാണ്. അപ്പം അതിനു വേണ്ടി എനിക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ച് അവാർഡ്സിലൊക്കെ പോയി, നമുക്ക് ഇത്തിരി അവാർഡുകളൊക്കെ കിട്ടി. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതൊരു പക്ക ആർട്ട് മൂവി അല്ല, കൊമേഴ്സ്യൽ മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ ചേരുവകളുള്ള ഒരു സിനിമ തന്നെയാണ്. നമസ്കാരം. മാർച്ച് 6-ന് ബട്ടർഫ്ലൈ ഗേൾസ് 85 എന്ന ചിത്രം റിലീസാകുമ്പോൾ ഒരു മാസത്തിനിടയ്ക്ക് എൻ്റെതായിട്ടുള്ള 4ാമത്തെ ചിത്രമാണ് റിലീസാകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് പ്രകമ്പനം, ആശകളായിരം, മസ്തിഷ്ക മരണം, ഇപ്പോൾ അടുത്ത ആഴ്ച ബട്ടർഫ്ലൈ ഗേൾസ്, എല്ലാം നല്ല രീതിയിൽ വിജയമായി എന്ന് വിചാരിക്കും. മറ്റ് ചിത്രങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതൊരു ചെറിയ ചിത്രമാണ്, എല്ലാവരെയും സപ്പോർട്ട് ആവശ്യമുള്ള ഒരു ചിത്രമാണ്. ഞാനിതിലൊരു സ്ക്രാപ്പ് ഷോപ്പ് നടത്തുന്ന എൻ്റെ ഓണറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ധന്യയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആ ഏത് ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട്. ഇവിടെ ബട്ടർഫ്ലൈ ഗേൾ _85 മൂവി കൃഷ്ണമൂർത്തി ഡയറക്ടർ. എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ നല്ലൊരു പടം എടുക്കുക, അവരുടെ പടത്തിലൊരു ഭാഗമാവുക, പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു പടമാവുക, അതിൽ നല്ല റോൾ ചെയ്യാൻ പറ്റുക, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഓഡിഷൻ നടത്തിയിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. എല്ലാവരെയും കാസ്റ്റിംഗ് സാറിനെ മാത്രം അല്ലേ ആയിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ പടത്തിൽ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് അൻവർ സാദിഖ്. ഞാൻ ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന മൂവിയിലെ നായികയുടെ കൂടെ ഒരു ത്രോട്ട് ക്യാരക്ടർ, ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മാർച്ച് 6-ന് പടം തിയേറ്ററിൽ റിലീസാണ്. എല്ലാവരും സിനിമ കാണണം, അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഇഷിക കൃഷ്ണ. മാർച്ച് 6-ന് ബട്ടർഫ്ലൈ ഗേൾ 85 ഇറങ്ങും. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണും.